ഞങ്ങൾക്ക് കിട്ടുവച്ചോ ആ കുഞ്ഞിനെ? കിട്ടും. മണിക്കുട്ടിയെ ഏറ്റെടുക്കാൻ വിനയനെ വിളിക്കുന്ന ഫാദർ. മണിക്കുട്ടിയെ വിട്ടുകൊടുക്കാമെന്ന് ഉണ്ണിക്കുട്ടനും കനിയും തീരുമാനിക്കുന്നു. മണിക്കുട്ടിയെ ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന വിനയനും ശ്യാമയും, കനിയെ കാണാനെത്തുന്ന അന്നക്കുട്ടിയും ബേബിച്ചനും. തുടർന്ന് കാണുക. മോളെ, എന്താ മോടെ മുഖത്തൊരു തെളിച്ചില്ലാത്തെ? സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത്? ആ, മോൾ ആശിച്ചതുപോലെ തന്നെ എല്ലാം വന്ന് ഭവിച്ചില്ലേ? മോള് ഞങ്ങൾക്കൊപ്പം വരുന്നു, മണിക്കുട്ടി നല്ലവരായ വേറെ ആൾക്കാർക്കൊപ്പം, ഉണ്ണിക്കുട്ടൻ പഠിക്കുന്നു. ഒക്കെ കർത്താവിന്റെ തീരുമാനമാ. ഞങ്ങൾക്ക് മക്കളെ തരാതിരുന്നതും ഇപ്പൊ മോളായി നിന്നെ തരുന്നതും ഒക്കെ. ഇതൊക്കെ മോൾക്കാ. ഇത് മാത്രല്ല, ഇതിനേക്കാളും ഒക്കെ ഉണ്ട് വീട്ടില്. ഒന്ന് ചിരിക്കുമോളെ. വിഷമിക്കാതെ. മണിക്കുട്ടി അധികം ദൂരത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നത്. എപ്പോ വേണേലും ചെന്ന് കാണാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുത്തിക്കാം. അതിനൊരു തടസ്സം ഉണ്ടാവില്ല. പിന്നെ ഉണ്ണിക്കുട്ടൻ അവിടെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടല്ലോ. ആഴ്ചയിൽ ഒരു ദിവസം വരുമ്പോ നമ്മുടെ വീട്ടിലേക്ക് വന്നോട്ടെ. മോളുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഞങ്ങൾ എതിരെ നിൽക്കില്ല. ഒക്കെ ശരി തന്നെയാ. എന്നാലും മണിക്കുട്ടിയെ എന്റെ കയ്യിൽ കിട്ടിയ അന്നു മുതൽ ഈ നിമിഷം വരെ പിരിഞ്ഞിരുന്നിട്ടില്ല. ഇനി അത് ഓർക്കുമ്പോ സഹിക്കാനാവുന്നില്ല. മണിക്കുട്ടിയുടെ സ്വന്തം അമ്മയുടെ അച്ഛന്റെ അടുത്ത് എത്തിക്കാനാ ആദ്യം ഉദ്ദേശിച്ചത്. ഇപ്പോ മോളെന്താ പറഞ്ഞേ? മണിക്കുട്ടിയെ സ്വന്തം അച്ഛന്റെ അമ്മയുടെയും അടുത്ത് എത്തിക്കാൻ ഉദ്ദേശിച്ചോ? അവരൊക്കെ മരിച്ചുപോയില്ലേ, പിന്നെങ്ങനെയാ? അത് അവരൊക്കെ മരിച്ചുപോയി. അവരൊന്നും ഇല്ലല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. ഓ, സ്വന്തം അച്ഛനും അമ്മയ്ക്കും തുല്യാവില്ലല്ലോ മറ്റുള്ളവര്. മോള് ഞങ്ങളെ അങ്ങനെയാണോ കണ്ടിരിക്കുന്നത്? ഉപ്പോളം വരില്ല ഉപ്പിലിട്ടതെന്നൊക്കെ പറയും. പക്ഷേ ഞാനും ഇച്ചായനും അതിനും മേലെയാ. അതെ, നീ സ്വന്തം മോള് തന്നെയാ. മണിക്കുട്ടിയെ കൊണ്ടുപോകുന്നവര് നല്ല ആൾക്കാർ തന്നെയാണെന്ന് അച്ഛൻ പറഞ്ഞേ. ഇന്ന് തന്നെ മോളെ കൊണ്ടുപോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഞങ്ങള് സഹിക്കുക. മണിക്കുട്ടി പോയ ശേഷം മതി. മോളുടെ ഈ മുഖം ഇനി വാടരുത്. വാടാൻ സമ്മതിക്കില്ല ഞങ്ങള്. ഞങ്ങളുള്ളിടത്തോളം സന്തോഷവതിയായിരിക്കണം മോള്. എന്തുണ്ടെങ്കിലും തുറന്നു പറയണം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വായിച്ചേ. ഞാനിവിടെ വന്നിട്ട് അധികകാലമൊന്നും ആയിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും കുറഞ്ഞ കാലം നിന്ന പള്ളി ഇതായിരിക്കും. എന്നാലോ ഏറ്റവും നല്ല അനുഭവങ്ങൾ കിട്ടിയത് ഇവിടെ നിന്നാണ്. നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ തന്നെ എനിക്കിവിടുന്ന് പോകാം. ഇതൊരു തരം പറിച്ചു നടലാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ഒരാൾക്കെങ്കിലും ആശ്വാസം പകരാനായാൽ ഈ ജീവിതം ധന്യമായി. ചുട്ടുപൊള്ളുന്ന വെയിലിൽ കാറ്റോ തണലോ ആവണം. ദാഹിച്ചു വലയുന്നവർക്ക് ഒരിറ്റു വെള്ളമാവണം. വീഴുമ്പോൾ താങ്ങാവണം. വഴി തെറ്റുന്നവർക്ക് വഴികാട്ടുന്ന ചൂണ്ടുപലകയാവണം. അശരണരും ആലംബഹീനരുമായവർക്ക് ആശ്രയമാവണം, തുണയാവണം. കണ്ണീരൊപ്പാനായില്ലെങ്കിലും കണ്ണീര് വീഴ്ത്താതിരിക്കാൻ ശ്രമിക്കണം. ഇങ്ങനെയൊക്കെ ആവാൻ ഈ ഒരു ജീവിതം മതി. പക്ഷേ ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല. സന്തോഷമുണ്ടെന്ന് പറഞ്ഞത് കനിയെയും മണിക്കുട്ടിയെയും നല്ല സ്ഥലങ്ങളിൽ എത്തിച്ചു എന്നതിലാണ്. അവർ നല്ല നിലയിലായി. ഉണ്ണിക്കുട്ടനും അതുപോലെ തന്നെ. അച്ഛോ, അച്ഛൻ്റെ സ്ഥാനത്ത് ഇവിടെ പലരും വന്നിട്ടുമുണ്ട്, പോയിട്ടുമുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആരിവിടുന്ന് പോയാലും എൻ്റെ മനസ്സ് വേദനിക്കാറില്ല. പക്ഷേ ഇപ്പോ
വായിൽ തോന്നുന്നത് പറയുമെങ്കിലും എനിക്കൊരു മനസ്സുണ്ടച്ചോ. അതെനിക്കറിയാം. എന്തുണ്ടെങ്കിലും തുറന്നു പറയുന്നവൻ്റെ ഉള്ള് ശുദ്ധമായിരിക്കും. അത്തരക്കാരുടെ മനസ്സിൽ കാലുഷ്യമുണ്ടാവില്ല. ആ കനിയും ഉണ്ണിക്കുട്ടനും ഒക്കെ ഇവിടെ വന്ന് കയറിയപ്പോ ഞാൻ വായിൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇറക്കി വിടണമെന്ന് വരെ പറഞ്ഞിരുന്നു. പക്ഷേ അച്ഛൻ ഉറച്ചു നിന്നു. അച്ഛോ, അച്ഛനായിരുന്നു ശരി. കർത്താവിൻ്റെ പാതയിലൂടെ പോയാൽ നമുക്ക് തെറ്റുപറ്റില്ല. എന്നെ ശരിയിലേക്ക് നയിക്കുന്നത് കർത്താവാണ്. അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും പലതും പറയാൻ ആൾക്കാരുണ്ടാവും. അതിൽ ശരിയും തെറ്റുമൊക്കെ ഉണ്ടാവും. എല്ലാം കേട്ടതിന് ശേഷം നമ്മൾ നമ്മുടേതായ ഒരു തീരുമാനത്തിലെത്തണം. ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി, ആ തീരുമാനം കൊണ്ട് ആർക്കും ഒരു ദോഷവും വരല്ലേ എന്ന്. അച്ഛൻ ഇന്നേവരെ ഒരാൾക്കും വേദന ഉണ്ടാക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല. പൊട്ടത്തരങ്ങൾ പറയുന്ന എന്നോട് ഒന്ന് ദേഷ്യപ്പെടുക പോലും ചെയ്തിട്ടില്ല. ദേഷ്യപ്പെടാൻ എളുപ്പമാ, പക്ഷെ അതുകൊണ്ടെന്ത് പ്രയോജനം? പകരം ഒരു ചിരിയാണെങ്കിലോ, ഒരു പുഞ്ചിരിയിലൂടെ പലരെയും മാറ്റിയെടുക്കാം. അതൊക്കെ ഞാൻ പഠിച്ചു. ഭംഗി വാക്ക് പറയുകയല്ല, ശരിക്കും ഒരു സ്കൂള് തന്നെയാ അച്ഛൻ. ഓരോരുത്തരും ഓരോ സ്കൂളാണ് ഇനാശുവേ. അതെല്ലാവരും മനസ്സിലാക്കണമെന്ന് മാത്രം. ആ, നാളെ കഴിഞ്ഞ് ഇവിടുന്ന് പോകേണ്ടതല്ലേ. ഞാൻ എല്ലാം ഒന്ന് ഒരുക്കി വെക്കണ്ടേ? ശരി അച്ഛോ. നല്ലതേ വരൂ. എന്താ മാഡം ഫോണിൽ നോക്കിച്ചിരിക്കുന്നേ? നമ്മുടെ കുഞ്ഞിന്റെ ഫോട്ടോയാ. എവിടെ കാണട്ടെ? അയ്യോടാ, നല്ല ചക്കര വാവ. നോക്കിയ കണ്ണെടുക്കാൻ തോന്നില്ല. കണ്ടു കൊതി തീരാത്തോണ്ട് ഒരു ഫോട്ടോ എടുത്തതാ. കണ്ടോണ്ടിരിക്കാലോ. മോളുടെ പേരെന്താ? മണിക്കുട്ടിന്ന് അവര് വിളിക്കുന്നത്. മണിക്കുട്ടി. ആ പേരത്ര പോരാ. അവരെന്ത് വിളിച്ചാലും നമുക്ക് വേറെ പേരിടാലോ. ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചതാ. കുഞ്ഞിന് നല്ലൊരു പേരിടണം. അച്ഛന്റെ അമ്മയുടെയും പേരിന്റെ ആദ്യാക്ഷരങ്ങൾ ചേർത്ത് വേറെ പേരിടാലോ. അങ്ങനെ നോക്കാം. നമുക്ക് വേറെ നല്ലൊരു പേരിടാം. ഞാനും വിനയേട്ടനും കൂടി നാളെ ജോത്സ്യരെ കാണാൻ പോകുന്നുണ്ട്. കുഞ്ഞിനെ കൊണ്ടുവരുന്നതിന് നല്ലൊരു ദിവസം നോക്കാൻ വേണ്ടി. അപ്പോ പേരിന്റെ കാര്യം കൂടി ചോദിക്കാം. അത് നല്ലതാ. സമയം കാലൊക്കെ നോക്കി കുഞ്ഞിനെ കൊണ്ടുവന്നാ മതി. ഒരു ദോഷവും വരാൻ പാടില്ല. പിന്നെ കുഞ്ഞിനെ കിട്ടിയ കാര്യം ചിലരൊക്കെ മണത്തറിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ ചോദ്യങ്ങളായിട്ട് വരിക ചിലര്. എല്ലാവർക്കും കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് ഞാൻ. ആരെയും മുഷിപ്പിക്കണ്ട അരുതേ. നല്ലത് ചെയ്യില്ലെങ്കിലും ദുഷ്ടത്തരം പറഞ്ഞുണ്ടാക്കാനാവുമല്ലോ ആൾക്കാർക്ക്. എന്നോട് പലരും ചോദിക്കുന്നുണ്ട്, കുഞ്ഞിനെ എവിടുന്നാണ്, എങ്ങനെയാണ് വേഗത്തിൽ കിട്ടിയതെന്നൊക്കെ. എല്ലാറ്റിനും നന്ദി പറയേണ്ടത് പള്ളിയിലെ ഫാദറിനോടാ. ശരിക്കും ഈ കുഞ്ഞിന്റെ അച്ഛനും അമ്മേ മരിച്ചുപോയെന്ന ഫാദർ പറഞ്ഞത്. കുഞ്ഞിന്റെ അമ്മയുടെ ഒരു അനിയത്തിയുണ്ട്, കനി. ഈ കനിയ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. ആശ്രയം നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ അവർ ഫാദറിന്റെ അടുത്തെത്തി. ഈ കനിയെ വേറൊരു ഫാമിലി ദത്തെടുക്കാൻ പോവാ. അങ്ങനെയാ കുഞ്ഞിനെ ആരെങ്കിലും ഏൽപ്പിക്കണം എന്നുള്ള ചിന്തയുണ്ടായത്. അപ്പോ ഫാദറിന്റെ മനസ്സ് ഞങ്ങളുടെ മുഖം തെളിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യം. കുഞ്ഞിവിടെ എത്തുന്നത് വരെ എനിക്കിനി ഉറക്കമുണ്ടാവില്ല. മനസ്സ് എപ്പോഴും അവിടെയാ, കുഞ്ഞിന്റെ അടുത്ത്. കുഞ്ഞിനെ മനസ്സിൽ താലോലിച്ച് മാടവിടെ നിൽക്ക്. ഞാൻ ഇറങ്ങട്ടെ. നമസ്കാരം അച്ചോ. നമസ്കാരം. ഫോർമാലിറ്റീസ് ഒക്കെ പൂർത്തിയാക്കി. കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നന്നായി.
ആ എല്ലാം അതിവേഗം തന്നെ നടന്നു. അതെ. ഓക്കെ. കുഞ്ഞിനുള്ള ഡ്രസ്സും കൊടുക്കാനുള്ള ഭക്ഷണവും ഇനി മുതൽ ഇതൊക്കെ കൊടുത്താൽ മതി. അതും ഇതൊക്കെ വാരി കൊടുത്താൽ ശരിയാവില്ല. ദേ ഇനി അങ്ങോട്ട് ശീലങ്ങളൊക്കെ മാറാൻ പോവാ. ദാ സ്നേഹത്തോടെ എന്തു കൊടുത്താലും അത് കുഞ്ഞിന് നല്ലതാണ്. അതല്ലോ ചോ, കുഞ്ഞിന്റെ ആരോഗ്യം നോക്കണ്ടേ? അത് വേണം. അതിനുവേണ്ടി ഫാസ്റ്റ് ഫുഡ് സംസ്കാരം കുഞ്ഞിലേ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല. ആരോഗ്യദായകമായ ഒട്ടേറെ ആഹാര സാധനങ്ങൾ നമ്മുടെ കൺവെട്ടത്ത് തന്നെയുണ്ട്. എന്നാലും റെഡിമെയ്ഡ് ഭക്ഷണത്തോടാണ് എല്ലാവർക്കും താല്പര്യം. നിങ്ങളെങ്കിലും അതിനൊരു മാറ്റം വരുത്തണം. ആ, ഞങ്ങളൊരു ജോത്സ്യനെ കണ്ടിട്ടാ വരുന്നത്. എന്താ കാര്യം? മണിക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് നല്ലൊരു ദിവസം നോക്കാൻ വേണ്ടിയാ. എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ശ്യാമയ്ക്ക് ഒരേ നിർബന്ധം, നല്ലൊരു ദിവസം നോക്കിയേ പറ്റൂന്ന്. അതിലൊക്കെ കാര്യമുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു കുഞ്ഞു വരികയല്ലേ, അത് ഐശ്വര്യമായിട്ട് തന്നെ വേണം. അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നിട്ട് നല്ല ദിവസം കിട്ടിയോ? ആ, നാളെ നാളെ ഉച്ചവരെ നല്ല സമയമാണെന്നാ ജോത്സ്യര് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് വരും. ഉച്ചയ്ക്ക് മുമ്പ് കുഞ്ഞിനെ കൊണ്ട് വീട്ടിൽ കയറണം. അതെ, നാളെ രാവിലെ ഞങ്ങൾ വരുമ്പോഴേക്കും ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് ഒരുക്കി നിർത്തണം മണിക്കുട്ടിയെ. മോളു നാളെ രാവിലെ റെഡിയായി നിൽക്കണം കേട്ടോ. അച്ഛനും അമ്മയും കൂട്ടാൻ വരും. എന്നിട്ടേ കാറിലൊരു പോക്ക നമ്മുടെ വീട്ടിലേക്ക്. നാളെ ആവുന്നതുവരെ കാത്തിരിക്കണം. ഒട്ടും ക്ഷമയില്ലാതെ ആയി അല്ലേ? ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഒത്തിരി വഴിപാടുകൾ നേർന്നിരുന്നു. ഓരോന്നായി തീർത്തുകൊണ്ടിരിക്കുക. ഇനിയുണ്ട് കുറച്ച് ക്ഷേത്രങ്ങളിൽ പോവാൻ. പേരുകൾ മാറി വിളിച്ചാലും ദൈവങ്ങളെല്ലാം ഒന്ന് തന്നെയാണല്ലോ അച്ചോ. അത് ശരിയാ. ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോകാനുള്ളതല്ലേ. ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ അങ്ങനെ ആവട്ടെ. ആ, നാളെ മണിക്കുട്ടിയെ കൊണ്ടുപോകും അല്ലേ അച്ചോ? കനി, മണിക്കുട്ടി നാളെ നമ്മളെ വിട്ട് വേറൊരിടത്തേക്ക് പോവുക. പോയിക്കോട്ടെ ഞാൻ ചേച്ചി. നല്ല അച്ഛനും അമ്മയല്ലേ മണിക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെ മണിക്കുട്ടിക്ക് നല്ല സുഖമായിരിക്കും. അവര് ഇപ്പോഴേ അധികാരം കാണിക്കുന്നത് എനിക്കെന്തോ പിടിക്കുന്നില്ല. നമ്മൾ മണിക്കുട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്താ മോശമാണോ? അവര് കൊണ്ടുവന്നൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. അതൊന്നും നല്ലതല്ലാന്ന് അച്ഛൻ പറഞ്ഞാണല്ലോ അല്ലേ? അവരിനി അവരുടേതായ രീതിയിൽ മണിക്കുട്ടിയെ നോക്കിക്കൊള്ളും. ഉണ്ണിക്കുട്ട, മണിക്കുട്ടി നല്ല ഇടത്തേക്ക് തന്നെയാ പോകുന്നത്. അവര് അതിയായി സന്തോഷിക്കും. അപ്പോഴും മണിക്കുട്ടിയുടെ സ്വന്തം അച്ഛനും അമ്മയും മണിക്കുട്ടിയെ കാത്തിരിക്കുന്നുണ്ടാവില്ലേ? മണിക്കുട്ടിയെ എന്നെങ്കിലും കിട്ടുമെന്ന് അവര് കരുതുന്നുണ്ടാവും. അവരുടെ അരികിലും മണിക്കുട്ടിയെ എത്തിക്കാതെ വേറൊരാൾക്ക് കൊടുക്കുന്നത് തെറ്റല്ലേ? ഒരച്ഛനും അമ്മയും കരഞ്ഞ് കാത്തിരിക്കുമ്പോ വേറൊരു അച്ഛന്റെ അമ്മയുടെയും മോളായിട്ട് മണിക്കുട്ടി വളരുന്നത് അത് ശരിയാണോ? നമ്മൾ പിന്നെ എന്ത് ചെയ്യും ചേച്ചി? മണിക്കുട്ടിയുടെ ശരിക്കുള്ള അച്ഛനും അമ്മയും നമുക്കറിയില്ലല്ലോ. വീട് എവിടെയാണെന്നും അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ എത്തിക്കായിരുന്നു. മണിക്കുട്ടിയുടെ വീട് എവിടെയാന്ന് ആകെ അറിയാവുന്നത് മണിക്കുട്ടിയെ പിടിച്ചോണ്ടെന്ന് ആ കാശിക്കല്ലേ. അയാളെ കണ്ടുപിടിക്കാൻ പോയപ്പോഴല്ലേ അൻപണ്ണനെ. നമ്മൾ ചെയ്യണ തെറ്റൊന്നല്ല.
തെറ്റ് ചെയ്യുകയും പറയുകയും ഇല്ലാത്ത ആളല്ലേ അച്ഛൻ. അച്ഛനല്ലേ എല്ലാം ഏർപ്പാടാക്കിയത്. അതിന് അച്ഛന് സത്യം അറിയില്ലല്ലോ. മണിക്കുട്ടിയുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ലെന്നല്ലേ നമ്മൾ അച്ഛനോട് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. മൺകുട്ടിയുടെ വീട് എവിടെയാന്ന് അറിയാത്തിടത്തോളം മൺകുട്ടിയെ നമുക്ക് അവിടെ എത്തിക്കാനാവില്ലല്ലോ. അപ്പോ ഇതന്നെയാണ് ശരി. രാവിലെ ശരിക്കും അടിച്ചു തുടച്ച് വൃത്തിയാക്കി വെച്ചതാ. തൊട്ടിൽ ഇവിടെ വേണോ അതോ ഹാളിൽ മതിയോ? ഹാളില് മതി, അതാ സൗകര്യം. ആ, നാളെ എപ്പോഴാ കുഞ്ഞിനെ കൊണ്ടുവരാൻ പോകുന്നേ? രാവിലെ പോകും. ഉച്ചയ്ക്ക് മുമ്പ് കുഞ്ഞിനെ കൊണ്ട് എത്തേണ്ടതല്ലേ ഇവിടെ. അങ്ങനെ നാളെ മുതൽ ഇവിടെ പുതിയൊരു അംഗം കൂടി വരുന്നു. ഓ, ഇനി അങ്ങോട്ട് കളിയും ചിരിയൊക്കെ ആയിട്ട് ആകെ ഒരു ബഹളം തന്നെയായിരിക്കും. ശ്യാമേ, ഇത് നമ്മളുടെ മോളുടെ കളിപ്പാട്ടങ്ങളും ഉടുപ്പുകളുവാ. ഒന്നിനും ഒരു കുറവും വേണ്ട. അനിതേ, മോളുടെ ഫുഡിന്റെ കാര്യത്തിൽ ഓരോ കുറവും വരുത്തരുത്. ഒരു പ്രത്യേക ശ്രദ്ധ വേണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. കുഞ്ഞിങ്ങ് വന്നാ മതി. ഹലോ. ഞാനിപ്പോ അങ്ങെത്താം. എന്നാ പിന്നെ ഞാനങ്ങിറങ്ങട്ടെ. ശരി ശരി, അത് ഞാൻ സംസാരിച്ചോളാം. ഹേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ നാളെ രാവിലെ പോവും. ശരി, ഇങ്ങോട്ട് വന്നാൽ മതി. ശരി. ഹായ്, പൊട്ടൊക്കെ തൊട്ട് സുന്ദരിക്കുട്ടി ആയിരിക്കുന്നല്ലോ. നിങ്ങളുടെ മുഖം എന്താ വാടിയിരിക്കുന്നത്? നല്ല സന്തോഷത്തോടു കൂടി വേണ്ടേ മണിക്കുട്ടിയെ യാത്രയക്കാൻ? നമസ്കാരം. നമസ്കാരം. മോളെ, പോവാമോ? മോക്ക് വേണ്ടി എന്തൊക്കെ വീട്ടിൽ ഒരുക്കിയിരിക്കുന്നറിയോ? അച്ചോ, എന്താ ഇത്? ഞങ്ങളുടെ സന്തോഷത്തിന് ചെറിയൊരു സംഭാവന. മണിക്കുട്ടിയെ തന്നതിന്റെ പേരിലാണെങ്കിൽ ഇത് വേണ്ട. സ്നേഹപൂർവ്വം തരുന്ന സംഭാവനകൾ സ്വീകരിക്കാറുണ്ട്. ഇവിടുത്തെ പല കാര്യങ്ങളും നടന്നു പോകുന്നത് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത് വാങ്ങിച്ചാൽ കുഞ്ഞിനെ വിൽക്കുന്നതിന് തുല്യമായി പോകും. ഇതൊരു ദേവാലയമാണ്. ദൈവത്തിൻ്റെ ദാസന്മാരാ നമ്മളൊക്കെ. ഒന്നിനെയും പണം കൊണ്ട് അളക്കാൻ പാടില്ല. പണം കൊടുത്താലും വാങ്ങിക്കാൻ പറ്റാത്ത പലതുമുണ്ട്. ഇതങ്ങനെ ഒന്നാ. നിങ്ങളും ഞങ്ങളും ചെയ്യുന്നത് പുണ്യമാ. കുഞ്ഞിനെ നല്ലതുപോലെ വളർത്താൻ ഈ പൈസ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇന്നു മുതൽ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. എന്റെയും ശ്യാമയുടെയും മുഴുവൻ സ്നേഹവും കൊടുത്ത് ഞങ്ങളിവിടെ വളർത്തും. ഇപ്പോഴാണോ ജീവിതത്തിനൊരർത്ഥം ഉണ്ടായത്? ഉച്ചയ്ക്ക് മുമ്പ് വീട്ടിലെത്തേണ്ടതാ. ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. നന്ദി പറച്ചില് അധികപ്പറ്റായി പോകും. എന്നാലും മനസ്സമാധാനത്തിന് വേണ്ടി പറയാം, നിങ്ങളെല്ലാവരോടും തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടുമുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നും നിങ്ങളുണ്ടാവും. വരട്ടെ. അച്ഛോ, ഉണ്ണിക്കുട്ട, കഞ്ചിച്ചി, മണിക്കുട്ടി.
വിഷമിക്കാതെ മക്കളെ, നല്ലൊരു സ്ഥലത്തേക്കല്ലേ മണിക്കുട്ടി പോയത്. നാളെ ബേബിച്ചനും അന്നക്കുട്ടിയും വരും കനിയെ കൊണ്ടുപോകാൻ. കനി അവർക്കൊപ്പം പോകണം. പിന്നെ ഉണ്ണിക്കുട്ടൻ ഹോസ്റ്റലിൽ നിന്ന് നന്നായി പഠിക്കണം. അവധി ദിവസങ്ങളിൽ അങ്ങോട്ട് ചെന്ന് കനിച്ചേച്ചിയെ കാണാം. വേണമെങ്കിൽ ഒപ്പം അവിടെ താമസിക്കുകയും ചെയ്യാം. ഞാനും നാളെ ഇവിടുന്ന് പോകും. ഒരു സുഖകരമായ പോക്ക്. നിങ്ങൾ ചെല്ല്. വാ ഉണ്ണിക്കുട്ടാ. അങ്ങനെ എല്ലാവരും ഓരോ വഴിക്ക് പോവുക. ഞാൻ മാത്രം ഇവിടെ.